നമസ്കാരം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന ചാപ്റ്ററിലെ ഒരു പ്രോബ്ലമാണ്. നമുക്ക് പ്രോബ്ലത്തിലേക്ക് നേരിട്ട് കടക്കാം. നോക്കൂ, ക്വസ്റ്റ്യൻ: എ ലിമിറ്റഡ് ഇഷ്യൂഡ് 50,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് rupees 10 each ആൻഡ് 3,000 10% പ്രിഫറൻസ് ഷെയർസ് ഓഫ് rupees 100 each. അത് എ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി 50,000 ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ നടത്തി. ഇക്വിറ്റി ഷെയറിന്റെ വില 10 രൂപയാണ്. അതുപോലെ തന്നെ 3,000 10% പ്രിഫറൻസ് ഷെയർസ് 100 രൂപയ്ക്കും അവർ ഇഷ്യൂ നടത്തി. ഓക്കെ, ഓൾ ഷെയർസ് ബീങ് ഫുള്ളി കോൾഡ് അപ്പ് ആൻഡ് പെയ്ഡ് അപ്പ്. അതായത് ഇതിലെല്ലാ ഷെയർസും എന്താണ്, ഫുള്ളി കോൾഡ് അപ്പ് ആണ്, പെയ്ഡ് അപ്പ് ആണ്. ഓക്കെ, then on 31st March 2020, profit and loss statement showed an undistributed profit of 50,000 and general reserve account stood at 1,20,000. അതായത് 31/3/2020 കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്തുണ്ട്, ഒരു അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്. അതായത് പ്രോഫിറ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എത്രയുണ്ട്, നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാത്ത, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 50,000 രൂപ ബാക്കിയുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ജനറൽ റിസർവ് അക്കൗണ്ട് എത്രയുണ്ട്, 1,20,000 ഉണ്ട്. ഓക്കെ, ദെൻ 1st April 2020 the director decided to issue 1,500 11% preference shares of rupees 100 each for cash and redeem the existing preference shares at rupees 105, utilizing as much profit as would be required for the purpose. അതായത് കമ്പനി എന്ത് ചെയ്തു, അല്ലെങ്കിൽ കമ്പനി ഡയറക്ടർമാർ തീരുമാനിച്ചു ഏപ്രിൽ 1 എന്താണ്, ഒരു 1,500 11% പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ നടത്താൻ കമ്പനി തീരുമാനിച്ചു. ഓക്കെ, ആ പ്രിഫറൻസ് ഷെയറിന്റെ വില എത്ര തന്നെയാണ്, ഫേസ് വാല്യൂ 100 രൂപ, 100 രൂപയ്ക്ക് ഇഷ്യൂ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ ഇതിലൂടെ ഇഷ്യൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യാൻ തീരുമാനിച്ചു, നിലവിലുള്ള എക്സിസ്റ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എത്രയുണ്ട് ഈ ക്വസ്റ്റ്യനിൽ, 3,000 പ്രിഫറൻസ് ഷെയർസ് നിലവിലുണ്ട് അല്ലെ. ആ നിലവിലുള്ള 3,000 പ്രിഫറൻസ് ഷെയർസിനെ അവർ റെഡീം ചെയ്യാൻ തീരുമാനിച്ചു. റെഡീം ചെയ്യാൻ വേണ്ടി അവർ ചെയ്യുന്ന എന്താണ്, 1,500 11% പ്രിഫറൻസ് ഷെയർസ് പുതുതായിട്ട് ഇഷ്യൂ നടത്തുന്നു. അതുപോലെ തന്നെ എന്താണ്, ബാക്കി മൊത്തത്തിൽ 3,000 ഉണ്ടല്ലോ. അപ്പോൾ 1,500 പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ നടത്തി കിട്ടുന്ന എമൗണ്ട് തികഞ്ഞിട്ടില്ല എങ്കിൽ ബാക്കിയുള്ള 3,000 പ്രിഫറൻസ് ഷെയറിനെ റെഡീം ചെയ്യുവാൻ വേണ്ടിയുള്ള പണം നമ്മൾ ഇതിൽ നിന്ന് യൂട്ടിലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. എന്താണ്, പ്രോഫിറ്റ് വുഡ് ബി റിക്വയർഡ് ഫോർ ദി പർപ്പസ്. അത് നമുക്ക് ആസ് മച്ച് പ്രോഫിറ്റ്, എന്നാൽ നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് ആവശ്യമുണ്ടോ അത്രയും പ്രോഫിറ്റ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാനാണ് പറഞ്ഞത്, റെഡീം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1,500 പുതിയൊരു പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ നടത്തിയിട്ട് റെഡീം ചെയ്യാൻ ആവശ്യമായ ഫണ്ട് കണ്ടെത്തുന്നുണ്ട്. അതുപോലെ തന്നെ എന്നിട്ടും ബാക്കി എന്താണ്, റെഡീം ചെയ്യാൻ ആവശ്യമായ ഫണ്ട് തികഞ്ഞില്ല എങ്കിൽ ബാക്കി ഔട്ട് ഓഫ് പ്രോഫിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം എന്താണ്, ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂം ഔട്ട് ഓഫ് പ്രോഫിറ്റും കൂടി വരുന്ന ഒരു കമ്പൈൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ മൂന്നാമത്തെ മെത്തേഡാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കമ്പൈൻഡ് മെത്തേഡ് അല്ലെ. അതായത് ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂം ഔട്ട് ഓഫ് പ്രോഫിറ്റും കൂടി ചേർന്നിട്ട് ഉള്ള പ്രോബ്ലം, അതാണ് ഈ പ്രോബ്ലം എന്ന് പറയുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഒരുപാട് ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് പ്രിഫറൻസ് ഷെയറിന്റെ റിഡംഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്, ഒരു 3,000 10% പ്രിഫറൻസ് ഷെയർസ് കമ്പനിയുടെ കയ്യിലുണ്ടായിരുന്നു. അതിനെ അവർ റെഡീം ചെയ്യാൻ തീരുമാനിച്ചു. റെഡീം ചെയ്യുന്നത് എന്താണ്, ഔട്ട് ഓഫ് പ്രോഫിറ്റും ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആണ്. ഔട്ട് ഓഫ് പ്രോഫിറ്റ് ചെയ്യുവാൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്താണ്, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ആയിട്ട് ഒരു 50,000 രൂപയും അതുപോലെ തന്നെ ജനറൽ റിസർവ് അക്കൗണ്ടിൽ 1,20,000 രൂപയുണ്ട്. പിന്നെ റിഡംഷൻ അറ്റ് പ്രീമിയത്തിലാണ്, കാരണം 105 രൂപയ്ക്കാണ് ഇവിടെ റെഡീം ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് ക്വസ്റ്റിനകത്ത്. അപ്പോൾ റിഡംഷൻ 5 രൂപ പ്രീമിയത്തിലാണ് റെഡീം ചെയ്യുന്നത്. പിന്നെന്താണ്, 1,500 പുതിയ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ നടത്തുന്നത് ക്വസ്റ്റിൽ പറയുന്നുണ്ട്. അതിനർത്ഥം എന്താണ്, റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂവും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് ഈ പ്രോബ്ലത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇതെന്താണ്, പാർട്ട്ലി പേഡപ്പ് ആണോ ഫുള്ളി പേഡപ്പ് ആണോ എന്ന് നോക്കണം. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യണമെങ്കിൽ ആദ്യം എന്താക്കണം, അതിനെ ഫുള്ളി പേഡപ്പ് ഷെയർ ആക്കി മാറ്റണം എന്നുള്ളത്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനകത്ത് തന്നെ നമുക്ക് അത് നോക്കിയാൽ ഓൾ ഷെയർസ് ബീങ് ഫുള്ളി കോൾഡ് അപ്പ് ആൻഡ് പേഡ് അപ്പ് അല്ലെ. അപ്പൊ നമുക്ക് ആ പ്രശ്നം തീർന്നു. എന്താണ്, പാർട്ട്ലി പേഡപ്പ് അല്ല. പാർട്ട്ലി പേഡപ്പ് ആണെങ്കിൽ എന്താ ആക്കണമായിരുന്നു, അതിനെ ഫുള്ളി പേഡപ്പ് ആക്കി മാറ്റണമായിരുന്നു. ക്വസ്റ്റ്യനിൽ നമുക്ക് ഇത് ഈ ഒരു ഇൻഫർമേഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഓക്കെ, പിന്നെ അടുത്ത കാര്യം എന്താണ്, ഇനി ഇത് ഏത് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് റെഡീം ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇത് കമ്പൈൻഡ് മെത്തേഡ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ വർക്കിംഗ് നോട്ട് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് മനസ്സിലാക്കണം, എത്ര രൂപ നമുക്ക് റെഡീം ചെയ്യാൻ ആവശ്യമുണ്ട്, എത്ര രൂപ നമുക്ക് റെഡീം ചെയ്യാൻ ആവശ്യമുണ്ട് എന്ന് കണ്ടെത്തണം. ഓക്കെ, അത് കണ്ടെത്തിയതിനു ശേഷം ആ റെഡീം ചെയ്യാൻ ആവശ്യമുള്ള എമൗണ്ടിൽ എത്ര പോർഷൻ നമ്മൾ പുതിയ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ നടത്തിയിട്ടുള്ള എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് റെഡീം ചെയ്യുന്നു, ബാക്കി എത്ര
നമ്മൾ എന്താണ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. അത് ഇത്രയും നമ്മൾ വർക്കിംഗ് നോട്ട് വഴി ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോബ്ലത്തിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം വർക്കിംഗ് നോട്ടിലും ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ എത്ര എമൗണ്ട് വേണം അല്ലേ, അപ്പോൾ എന്താണ് അത് നമ്മൾ കണ്ടുപിടിക്കുക. എമൗണ്ട് റിക്വയർഡ് ഫോർ റിഡംഷൻ അല്ലേ, എമൗണ്ട് റിക്വയർഡ് ഫോർ റിഡംഷൻ. ഓക്കെ, എമൗണ്ട് റിക്വയർഡ് ഫോർ റിഡംഷൻ. റെഡീം ചെയ്യുവാൻ നമുക്ക് വേണ്ട എമൗണ്ട് റിക്വയർഡ് ഫോർ റിഡംഷൻ. റെഡീം ചെയ്യാൻ നമുക്ക് വേണ്ട എമൗണ്ട് എത്രയാണ്? അപ്പോൾ അത് നമുക്ക് വേണ്ടത് ഫേസ് വാല്യൂ ഉണ്ട്, ഫോർ ഫേസ് വാല്യൂ അല്ലെ, അതിൽ നമുക്ക് ഫോർ ഫേസ് വാല്യൂന് എത്ര രൂപ വേണം? എത്ര രൂപ വേണം ഫേസ് വാല്യൂന്? പക്ഷെ നോക്കി നമുക്ക് കാണാം എന്താണ് മൊത്തത്തിൽ നമ്മൾ നിലവിൽ നമ്മുടെ കയ്യിലുള്ള പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത് 3000 ആണ്. ഒരു പ്രിഫറൻസ് ഷെയറിന്റെ ഫേസ് വാല്യൂ 100 രൂപയാണ്. അപ്പോൾ 3000 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ എത്രയാണ്? 3 ലക്ഷം രൂപയാണ് നമുക്ക് ഇവിടെ മൊത്തത്തിൽ നമുക്ക് ഫേസ് വാല്യൂ റെഡീം ചെയ്യാൻ വേണ്ട. ഫോർ ഫേസ് വാല്യൂ റെഡീം ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് 3000 ഇൻറ്റു 100 ആണ് അല്ലെ. അതായത് 3 ലക്ഷം രൂപയാണ് നമുക്ക് എന്ത് വേണ്ടത്, മൊത്തത്തിൽ നമുക്ക് ഫേസ് വാല്യൂ റെഡീം ചെയ്യുവാൻ വേണ്ടിയിട്ട് വേണ്ട എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എമൗണ്ട് റിക്വയർഡ് ഫോർ റിഡംഷൻ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ റെഡീം ചെയ്യാൻ നമുക്ക് വേണ്ട എമൗണ്ട് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിൽ ഫേസ് വാല്യൂ റെഡീം ചെയ്യാൻ നമുക്ക് 3 ലക്ഷം രൂപ വേണം. ഓക്കെ, ക്ലിയർ. ഇനി ഈ ഫേസ് വാല്യൂ റെഡീം ചെയ്യാൻ 3 ലക്ഷം വേണം. അതിൽ നമ്മൾ ഇനി ഈ 3 ലക്ഷത്തിന് നമ്മൾ എമൗണ്ട് എങ്ങനെ കണ്ടെത്തുന്നത്? ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട്. അതിൽ ആ 3 ലക്ഷത്തിന് വേണ്ട നമ്മൾ എമൗണ്ട് കണ്ടെത്തുന്നത്, എമൗണ്ട് അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെയാണ് അത് നമുക്ക് ഇതിന് മൈനസ് ചെയ്യാം. നമ്മൾ ആ 3 ലക്ഷത്തിന് വേണ്ട എമൗണ്ട് നമ്മൾ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്, കൃത്യമായിട്ട് പറയുന്നത് അല്ലേ. എങ്ങനെയാണ്? ഒരു 1500 11% പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ നടത്തുന്നത് പുതിയതായിട്ട് അല്ലെ. അതിന് എത്ര രൂപയ്ക്ക് ഇഷ്യൂ നടത്തുന്നത്? 100 രൂപയ്ക്കാണ്. ക്ലിയർ. അപ്പോൾ 1500 11% പ്രിഫറൻസ് ഷെയർ പുതുതായിട്ട് ഇഷ്യൂ നടത്തുന്നുണ്ട്. അപ്പോൾ ആ പണം ഉപയോഗിച്ചിട്ടും പിന്നെ ബാക്കിയുള്ള റിഡംഷന് വേണ്ട എമൗണ്ടിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റിൽ നിന്ന് ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ സോഴ്സിൽ നിന്നും ആദ്യം എന്താണ് ലെസ്, നമ്മൾ ഈ 3 ലക്ഷത്തിൽ നമുക്ക് റെഡീം ചെയ്യാൻ ആവശ്യമുണ്ട്, ഫേസ് വാല്യൂ റെഡീം ചെയ്യാൻ 3 ലക്ഷം ആവശ്യമുണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്രഷ് ഇഷ്യൂയുടെ നമ്മൾ എമൗണ്ട് കണ്ടെത്തുന്നു. അപ്പൊ ലെസ് എന്താണ്? ഫ്രഷ് ഇഷ്യൂ അല്ലെങ്കിൽ പ്രൊസീഡ്സ് ഫ്രം ഫ്രഷ് ഇഷ്യൂയിലൂടെ ലഭിക്കുന്ന എമൗണ്ട് അല്ലെ. ഓക്കെ, അപ്പോൾ പ്രൊസീഡ്സ് ഫ്രം ഫ്രഷ് ഇഷ്യൂയിലൂടെ ലഭിക്കുന്ന എമൗണ്ട് എത്രയാണ്? നമുക്ക് അറിയാം എത്രയാണ് എമൗണ്ട്, ബ്രാക്കറ്റ് ചെയ്തോളൂ. എത്രയാണ്? 1500 ഇൻറ്റു 100 അല്ലെ. കാരണം നമ്മൾ ഫേസ് വാല്യൂ റെഡീം ചെയ്യാൻ ഫേസ് വാല്യൂ പോർഷൻ തന്നെ എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ പിന്നെ എന്താണ് ഫ്രഷ് ഇഷ്യൂ അറ്റ് എന്താണ് പ്രീമിയം അല്ല, എന്താണ് ഫേസ് വാല്യൂ തന്നെയാണ്, അറ്റ് പാറാണ്. അപ്പൊ പിന്നെ നമുക്ക് ആ പ്രശ്നം ഇവിടെ വരുന്നില്ല. എന്നാലും മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ 1,50,000 അല്ലെ, 1,50,000 1,50,000. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ എന്താ നമ്മളിവിടെ ചെയ്തത്? നമുക്ക് പുതുതായിട്ട് 1500 എന്താണ് പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ നടത്തുന്നുണ്ട്. ആ 1500 പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് റെഡീം ചെയ്യാൻ ആവശ്യമായ ക്യാഷ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ 1500 പ്രിഫറൻസ് ഷെയറിൽ നിന്ന് എമൗണ്ട് കളക്ട് ചെയ്യുന്ന എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? റിഡംഷൻ നടത്തും. ഓക്കെ, പക്ഷെ നമുക്ക് മൊത്തം റെഡീം ചെയ്യാൻ എത്ര വേണം? 3 ലക്ഷം രൂപ വേണം. ഈ 1500 പ്രിഫറൻസ് ഷെയർ പുതുതായിട്ട് ഇഷ്യൂ നടത്തിയിട്ട് നമുക്ക് ലഭിക്കുന്ന എത്രയേ ഉള്ളൂ? 1,50,000 രൂപയുള്ളൂ. അപ്പൊ ഇനിയും നമുക്ക് ബാലൻസ് എത്ര വേണം? ഇനി നമുക്ക് 1,50,000 രൂപയുടെ എമൗണ്ട് നമുക്ക് ആവശ്യമുണ്ട്. ആ എമൗണ്ട് നമ്മൾ എവിടെ നിന്ന് എടുക്കും? ആ എമൗണ്ട് നമ്മൾ എവിടെ നിന്ന് എടുക്കുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ജനറൽ റിസർവിൽ നിന്നോ ആയിരിക്കും. അതായത് അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്നായിരിക്കും നമ്മൾ അത് എടുക്കുക. അപ്പോൾ എന്താണ് റിമൈനിങ് പോർഷൻ നമ്മൾ ഇതിൽ നിന്ന് എടുക്കും. റിമൈനിങ് പോർഷൻസ് ഇതിൽ നിന്ന് എടുക്കുക. റിമൈനിങ് പോർഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആയിരിക്കും. ബാക്കിയുള്ള പോർഷൻ എന്താണ്? ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആയിരിക്കും. അത് എത്രയാണ്? അത് നമുക്കറിയാം എത്രയാണ്? 1,50,000 1,50,000 ആണ്. അപ്പൊ 1,50,000 എന്താണ് ഔട്ട് ഓഫ് പ്രോഫിറ്റും 1,50,000 എന്താണ് ഫ്രഷ് ഇഷ്യൂ ഷെയർസുമാണ് ഇത് മനസ്സിലാക്കുക. ക്ലിയർ.
പിന്നെ നമുക്ക് അപ്പൊ മൊത്തം എമൗണ്ട് റിക്വയർഡ് ഫോർ റിഡംഷൻ ഫോർ ഫേസ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചത് എത്രയാണ്? 3 ലക്ഷം രൂപ. ഇനി അത് മാത്രം മതിയോ? പോരാ. എന്താണ്? ഫോർ നമുക്ക് എന്തും കൂടി വേണം? ഫോർ റിഡംഷൻ പ്രീമിയം അല്ലെ? ഫോർ പ്രീമിയം ഓൺ റിഡംഷൻ. റിഡംഷന്റെ സമയത്ത് ഇവിടെ പ്രീമിയത്തിലാണ് എന്ന് ക്വസ്റ്റ്യനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അല്ലെ? എങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. എവിടെയാ? ലാസ്റ്റ് നോക്കൂ. പ്രിഫറൻസ് ഷെയർസ് അറ്റ് 105 യൂട്ടിലൈസിംഗ് ആസ് 105 അല്ലെ? എക്സിസ്റ്റിംഗ് പ്രിഫറൻസ് ഷെയർ റെഡീം ദി എക്സിസ്റ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് അറ്റ് 105 അല്ലെ? 105 രൂപയ്ക്കാണ് നിലവിലുള്ള പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്തുണ്ട്? റിഡംഷന്റെ പ്രീമിയത്തിലാണ് റിഡംഷൻ നടത്തുന്നത്. അപ്പോൾ ആ പ്രീമിയം എമൗണ്ടും കൂടി നമുക്ക് റിഡംഷൻ റിക്കവർഡ് എമൗണ്ട് ആണ് അല്ലെ? എമൗണ്ട് റിക്കവർഡ് ഫോർ റിഡംഷന് വേണ്ട എമൗണ്ടിൽ ആ പ്രീമിയം എമൗണ്ടും കൂടി വരും. ക്ലിയർ? അപ്പോൾ 1, 2 ഇത് രണ്ടും കൂടി കൂട്ടിയ എമൗണ്ട് ആണ് നമുക്ക് എന്ത് വരുന്നത്? ടോട്ടൽ എമൗണ്ട് റിക്വയർഡ് ഫോർ റിഡംഷൻ ആയിട്ട് വരുന്നത് അല്ലെ? അപ്പൊ എത്ര വരും? 3000 പ്രിഫറൻസ് ഷെയർ ആണല്ലോ നമ്മൾ റെഡീം ചെയ്യുന്നത്. ഒരു പ്രിഫറൻസ് ഷെയറിന്റെ പ്രീമിയം എത്രയാണ്? 5 രൂപയാണ് അല്ലെ? ക്വസ്റ്റ്യനിൽ നമുക്കറിയാം 105 എന്ന് പറയുമ്പോൾ 5 രൂപയാണ് അതിന്റെ പ്രീമിയം. അപ്പൊ 3000 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 15,000 രൂപയാണ് നമുക്ക് ഇവിടെ എന്ത് വരുന്നത്? പ്രീമിയം ആയിട്ട് വരുന്നത്. എത്രയാണ്? 15,000. 15,000. ക്ലിയർ? 3,15,000 രൂപ നമുക്ക് മൊത്തത്തിൽ നമുക്ക് എമൗണ്ട് ക്യാഷ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആവണം. അതിൽ 1,50,000 രൂപ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു? ഫ്രഷ് ഇഷ്യൂലൂടെ കണ്ടെത്തി അല്ലെ? ദെൻ ബാക്കി 1,50,000 രൂപ നമ്മൾ എങ്ങനെ കണ്ടെത്തി? നമ്മൾ ജനറൽ റിസർവിൽ നിന്നും പ്രോഫിറ്റ് ലോസ് കൊണ്ടിൽ നിന്ന് എടുക്കും. പിന്നെ 15,000 രൂപ നമുക്ക് റിഡംഷൻ പ്രീമിയം വേണം. അത് നമ്മൾ അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്ന് എടുക്കും അല്ലെ? ഇത്രയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ വർക്കിംഗ് നോട്ട് വഴി കണ്ടെത്തിയത്. ഇനി നമുക്ക് നേരെ ജേണൽ എൻട്രീസ് എഴുതാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു ജേണൽ എൻട്രി എഴുതുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ ഒരു വർക്കിംഗ് നോട്ട് വഴി കണ്ടെത്തണം. ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വർക്കിംഗ് നോട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം? ഏറ്റവും ആദ്യത്തെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഏതാണ്? പുതിയ നമുക്ക് ഇത് എന്താണ്? റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണ്, റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ, രണ്ടും കൂടി കമ്പൈൻഡ് മെത്തേഡ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? പുതിയ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ നടത്തുന്ന റിഡീം ചെയ്യാൻ ആവശ്യമായ എമൗണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ആദ്യം എന്ത് ചെയ്യുന്നു? പുതിയ പ്രിഫറൻസ് ഷെയറിന്റെ ഇഷ്യൂ നടത്തുകയാണ്. പുതിയ പ്രിഫറൻസ് ഷെയറിന്റെ ഇഷ്യൂ നടത്തുന്ന എന്നാണ്? ക്വസ്റ്റ്യനിൽ ഡേറ്റ് തന്നിട്ടുണ്ട് അല്ലെ? ക്വസ്റ്റ്യൻ നോക്കി. എന്നാണ്? എവിടെയാ? നോക്കൂ. ദാ ഓൺ 1/4/2020 the directors decide to issue 1,500 11% preference shares of ₹100 each അല്ലെ? അപ്പോൾ എന്നാണ്? 1/4/2020. അപ്പൊ ഡേറ്റ് കോളത്ത് കൊടുക്കുക 1/4/2020. ഓക്കെ. 1/4/2020 ഡയറക്ടേഴ്സ് തീരുമാനിച്ചു പുതിയ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ നടത്താൻ. അപ്പോൾ പുതിയ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ നടത്തുമ്പോൾ എന്താ ജേണൽ എൻട്രി? നമുക്കറിയാം അല്ലെ? ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നു. സോ എന്ത് ചെയ്യണം? ബാങ്ക് അക്കൗണ്ട് അല്ലെ? അപ്പോൾ ബാങ്ക് അക്കൗണ്ട് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു എന്ത് വഴിയാണ് ആ ക്യാഷ് നമുക്ക് കിട്ടുന്നത്? നമുക്ക് 11% പ്രിഫറൻസ് ഷെയറിന്റെ ഇഷ്യൂ നടത്തിയ വഴിയാണ് ആ ക്യാഷ് നമുക്ക് കിട്ടുന്നത് അല്ലെ? അപ്പൊ ടു എന്ത് ചെയ്ത? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു 11% പ്രിഫറൻസ് ഷെയർസ് 11% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അല്ലെ? പ്രിഫറൻസ് ഷെയർ 11% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. പ്രിഫറൻസ് ഷെയർ 11% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വഴിയാണ് നമുക്ക് ആ എമൗണ്ട് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ എത്രയാണ് എമൗണ്ട് വരിക? നമ്മൾ ഓൾറെഡി കണ്ടെത്തി വെച്ചിട്ടുണ്ട് അല്ലെ? വർക്കിംഗ് നോട്ടിൽ നമ്മൾ ഇവിടെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. എത്രയാണ് എമൗണ്ട്? ഫ്രഷ് ഇഷ്യൂ നടത്തി നമ്മൾ കണ്ടെത്തുന്ന എമൗണ്ട് എത്രയാണ്? 1,50,000 ആണ്. അപ്പൊ ബാങ്ക് അക്കൗണ്ട് നേരെ എഴുതുക 1,50,000. ഇവിടെ ഫ്രഷ് ഇഷ്യൂ നടത്തുന്നത് പ്രീമിയത്തിലാണ്, പാറിലാണ് അല്ലെ? സോറി, ഡിസ്കൗണ്ടിലാണ്. അങ്ങനെയുള്ള ഇൻഫർമേഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പൊ എന്താണ്? ഫ്രഷ് ഇഷ്യൂ നടത്തുന്നത് അറ്റ് പാറിലാണ്. എത്രയാണ്? 1,50,000. ഓക്കെ. അപ്പൊ എന്താ നരേഷൻ കൊടുക്കുക? നരേഷൻ കൊടുക്കേണ്ടത് നരേഷൻ എന്താണ്? ഇതാണ് ഫ്രഷ് ഇഷ്യൂ ഓഫ് എത്ര പ്രിഫറൻസ് ഷെയർ ആണ്? പ്രിഫറൻസ് ഷെയർ ആണ് ഇവിടെ ഫ്രഷ് ഇഷ്യൂ നടത്തിയത് 1,500 അല്ലെ? അപ്പോ നരേഷൻ കൊടുക്കുക ഫ്രഷ് ഇഷ്യൂ ഓഫ് 1,500 preference shares at എത്രയാ? at ₹100 each. ഓക്കെ. അങ്ങനെ നരേഷൻ കൊടുക്കാം നമുക്ക്.
അപ്പൊ എന്താണ് 100 രൂപ 100 രൂപ ഒരു പ്രിഫറൻസ് ഷെയർ എന്ന നിലയ്ക്ക് നമ്മൾ 1500 പുതിയ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ നടത്തി. നരേഷൻ ക്ലിയർ ആണല്ലോ? ഓക്കെ, നരേഷൻ അങ്ങനെ കൊടുക്കാം. ഇനി അടുത്ത എൻട്രി എന്താണ്? ഇനി അപ്പൊ നമുക്ക് എന്താണ് എമൗണ്ട് റിക്വയർഡ് ഫോർ റിഡംഷനിൽ 3 ലക്ഷം വേണം. അതിൽ 1,50,000 രൂപ നമ്മളിപ്പോ കണ്ടെത്തി. എങ്ങനെയാ? ഫ്രഷ് ഇഷ്യൂലൂടെ കണ്ടെത്തി. ഇനി നമുക്ക് എന്ത് വേണം? നമുക്ക് ബാക്കി 1,50,000 രൂപ കൂടി ഫേസ് വാല്യൂന് ആവശ്യമുണ്ട്. ആ 1,50,000 രൂപ നമ്മൾ ഏതിൽ നിന്ന് എടുക്കുക? അത് നമ്മൾ എടുക്കുന്നത് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണ് അല്ലെ? അപ്പം പ്രോഫിറ്റ് ഉപയോഗിച്ച് റെഡീം ചെയ്യുകയാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രിഫറൻസ് ഷെയർ അതിന്റെ കേസിൽ നമ്മൾ CRR ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്യണം. അതായത് നമ്മൾ റെഡീം ചെയ്യാൻ പോകുന്ന ഫേസ് വൺ ഈക്വൽ ആയിട്ടുള്ള എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റണം എന്നാണ് നമ്മുടെ റോള്. അപ്പൊ നമ്മൾ അത് ചെയ്യണം. ഓക്കെ, ഇത് പ്രിഫറൻസ് ഷെയറിന്റെ കേസിൽ. ഇനി ഡിബഞ്ചർ ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചാണല്ലോ. ഡിബഞ്ചർ കേസിൽ എന്താണ്? റെഡീം ചെയ്യാൻ പോകുന്ന ഫേസ് വാലിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ DRR അക്കൗണ്ടിലാണ്. ആ ഡിബഞ്ചർ ആയതുകൊണ്ട് അതിന്റെ പേര് മാറ്റമുണ്ട്. DRR അക്കൗണ്ട്. സിറ്റുവേഷൻ സെയിം തന്നെയാണ്. DRR അക്കൗണ്ട് ആണ് അവിടെ വരിക. ഇവിടെ അത് CRR അക്കൗണ്ട്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് എന്നാണ് പറയുക അല്ലെ? അപ്പൊ നമ്മൾ റെഡീം ചെയ്യാൻ ആവശ്യമായ ഈക്വൽ എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇവിടെ റിഡംഷൻ നടത്തുന്നത് എങ്ങനെയാണ്? റിഡംഷൻ അറ്റ് പ്രീമിയത്തിലാണ് അല്ലെ? അപ്പൊ റിഡംഷൻ അറ്റ് പ്രീമിയത്തിലായതുകൊണ്ട് പ്രീമിയത്തിന് ആവശ്യമായിട്ടുള്ള എമൗണ്ടിനെ നമ്മൾ എടുക്കണം അല്ലെ? റെഡീം ചെയ്യാൻ പ്രീമിയം എമൗണ്ട് നമ്മൾ എടുക്കണം. റെഡീം ചെയ്യാൻ ആവശ്യമായ പ്രീമിയം എമൗണ്ട് നമുക്ക് ഏതിൽ നിന്നൊക്കെ എടുക്കാം? നമുക്ക് സെക്യൂരിറ്റി പ്രീമിയത്തിൽ ഫണ്ട് അവൈലബിൾ ആണെങ്കിൽ അതിൽ നിന്ന് എടുക്കാം. അത് അവൈലബിൾ ആണോ? ഇവിടെ സെക്യൂരിറ്റി പ്രീമിയത്തിനെ കുറിച്ച് ഇൻഫർമേഷൻ ഈ പ്രോബ്ലത്തിലുണ്ടോ? ഈ പ്രോബ്ലത്തിൽ നമുക്ക് സെക്യൂരിറ്റി പ്രീമിയം നേരത്തെ കളക്ട് ചെയ്ത് വെച്ചതായിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ല. ഇപ്പോൾ കളക്ട് ചെയ്തതായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ അല്ല. അപ്പൊ സെക്യൂരിറ്റി പ്രീമിയം ഇല്ല. അപ്പൊ അത് ഇല്ലാത്ത കേസിൽ നമ്മൾ ഏറ്റവും ആദ്യം ഉപയോഗിക്കുക ഏതായിരിക്കും? ജനറൽ റിസർവിൽ നിന്നുള്ള ഫണ്ടാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ജനറൽ റിസർവിൽ നിന്ന് അതിനാവശ്യമായ ഫണ്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം എന്താണ്? റിഡംഷൻ പ്രീമിയത്തിന് ആവശ്യമായ എമൗണ്ട് നമ്മൾ ജനറൽ റിസർവ് അക്കൗണ്ടിൽ നിന്നും എങ്ങോട്ട് മാറ്റുന്നു? റിഡംഷൻ പ്രീമിയം അക്കൗണ്ടിലേക്ക് മാറ്റുന്നു അല്ലെ? അപ്പൊ എന്താ എൻട്രി? ജനറൽ റിസർവ് അക്കൗണ്ടിൽ നിന്നാണ് എടുക്കുന്നത് അല്ലെ? അപ്പൊ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു എങ്ങോട്ടാ മാറ്റുന്നത്? ഇതിനെ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു എങ്ങോട്ടാ എമൗണ്ടിനെ മാറ്റുന്നത്? ആ മാറ്റുന്നത് നമ്മൾ എന്താവശ്യത്തിന് നമ്മൾ ആ ഫണ്ട് എടുക്കുന്നത്? റെഡീം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രീമിയത്തിന് വേണ്ടിയാണ്. അപ്പൊ ടു എന്താണ്? പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട്. ടു പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട്. പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ അതിനെ മാറ്റുന്നു. ക്ലിയർ? അപ്പൊ എത്രയാണ് നമ്മുടെ പ്രീമിയം ഓൺ റിഡംഷൻ ആയിട്ട് വേണ്ടത്? അത് നമ്മൾ വർക്കിംഗ് നോട്ടിൽ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. എത്രയാണ്? 15,000 രൂപയാണ്. അപ്പൊ നമ്മൾ എമൗണ്ട് കൊടുത്ത് എഴുതുക 15,000. 15,000 പ്രീമിയം റിഡംഷൻ 15,000. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇത് എന്തിനുള്ള എൻട്രി ആണ്? ഇത് റെഡീം ചെയ്യാൻ ആവശ്യമായ പ്രീമിയം എമൗണ്ട് നമ്മൾ കണ്ടെത്തുന്നു. എവിടെ നിന്നാണ് എമൗണ്ട് കണ്ടെത്തുന്നത്? സെക്യൂരിറ്റി പ്രീമിയം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കണം. അതില്ലാത്തത് കൊണ്ട് നമ്മൾ ജനറൽ റിസർവിൽ നിന്ന് എടുക്കുന്നു. ഓക്കെ, അപ്പൊ എന്താ നരേഷൻ കൊടുക്കുക? പ്രീമിയം റിഡംഷൻ ആണ് ഇവിടെ എടുത്തല്ലേ? അപ്പോൾ എന്താണ്? പ്രീമിയം ഓൺ റിഡംഷൻ, റിഡംഷനുമായി ബന്ധപ്പെട്ട പ്രീമിയം റിഡംഷൻ പ്രൊവൈഡഡ് അല്ലെ? എങ്ങനെ, ഏതിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തത്? പ്രൊവൈഡഡ് ഏതിൽ നിന്നാണ്? ഔട്ട് ഓഫ് ജനറൽ റിസർവ് അല്ലെ? ജനറൽ റിസർവിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു? റിഡംഷൻ ആവശ്യമായ പ്രീമിയം എമൗണ്ട് എടുത്തു. അതാണ് അതിനർത്ഥം. ക്ലിയർ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഔട്ട് ഓഫ് പ്രോഫിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? പ്രോഫിറ്റിൽ നിന്നും നമ്മൾ ഫേസ് വാല്യൂന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? CRR അക്കൗണ്ടിലേക്ക് മാറ്റണം. അപ്പൊ അതിനുള്ള എൻട്രി ചെയ്യണം അല്ലെ? അതായത് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആവുന്ന സമയത്ത് പ്രോഫിറ്റിൽ നിന്നും എത്ര എമൗണ്ട് ഉപയോഗിച്ചിട്ടാണോ നമ്മൾ ഫേസ് വാല്യൂ റെഡീം ചെയ്യുന്നത് അതിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ടിനെ നമ്മൾ CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നാണ് നമ്മുടെ നിയമം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റിൽ നിന്നും എടുക്കുന്നു. പ്രോഫിറ്റിൽ നിന്നും എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആണുള്ളത്. ഒന്ന് ജനറൽ റിസർവ്, മറ്റൊന്ന് എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഏത് നിന്നെടുക്കും? ജനറൽ റിസർവ് നിന്ന് എടുക്കുന്നു. ഓക്കെ, അപ്പൊ എന്താ എൻട്രി വരിക? ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ. ഓക്കെ, ജനറൽ റിസർവ് അക്കൗണ്ടിൽ നിലവിൽ എത്ര എമൗണ്ട് ഉണ്ട്? നിലവിൽ നമ്മുടെ കയ്യിൽ 1,20,000 ഉണ്ടായിരുന്നു. അതിൽ നമ്മളിപ്പോ സെക്യൂരിറ്റി പ്രീമിയത്തിലേക്ക് വേണ്ടിയിട്ട് 15,000 എടുത്തു. ആ 15,000 കഴിഞ്ഞാൽ ഇനി ജനറൽ റിസർവ് അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉള്ളത്? ജനറൽ റിസർവ് അക്കൗണ്ട് 15,000 കഴിഞ്ഞാൽ 1,00,000 എത്ര ഉണ്ടായിരുന്നത്? 1,20,000. 1,20,000 നിന്നും 15,000 കഴിഞ്ഞാൽ ഇനി 1,05,000 ആണ് എവിടെ ഉള്ളത്? ജനറൽ റിസർവിലുള്ളത്. ഓക്കെ, 1,05,000. ക്ലിയർ? ഇനി നമുക്ക് എത്ര വേണം?
ഇനി നമുക്ക് എന്താണ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് നമ്മൾ ചെയ്യുന്നത് 1,50,000 ആണ്. നമുക്ക് ഇനി 3,000 ഡിബഞ്ചറിനെ റെഡീം ചെയ്യണമെങ്കിൽ മൊത്തത്തിൽ 3 ലക്ഷം വേണം. ആ 1,50,000 നമ്മൾ ഫ്രഷ് ഇഷ്യൂടെ കണ്ടെത്തി അല്ലെ. ഇനി ബാക്കി നമുക്ക് 1,50,000 വേണം. ആ 1,50,000-ത്തിൽ എന്താണ് 1,05,000 രൂപ നമ്മൾ ജനറൽ റിസർവ് അക്കൗണ്ടിൽ നിന്ന് ആണ് എടുക്കുന്നത്. ഇനി ബാക്കി എത്ര വേണം? ബാക്കി ഇനി 45,000 രൂപ വേണം. ഈ 45,000 രൂപ നമുക്ക് ഏതിൽ നിന്ന് എടുക്കാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എടുക്കാം അല്ലെ. ആ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എഴുതുക. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്കറിയാം. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എത്രയുണ്ട്? ഇവിടെ ഈ പ്രോബ്ലം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എത്ര രൂപയുണ്ട് അവിടെ? നമുക്ക് 50,000 രൂപയുണ്ട്. അപ്പൊ നമുക്ക് അവിടെ മതിയായ എമൗണ്ട് അവിടെ ഉണ്ട് അല്ലെ. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ നമുക്ക് വേണ്ടത് എത്രയാണ്? ഇനി 45,000 രൂപയാണ്. മൊത്തത്തിൽ 1,50,000 ഇനി 45,000 ആണ് വേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് എന്തായി? നമുക്ക് മൊത്തം വേണ്ടിയിരുന്ന 1,50,000 രൂപ ഇവിടെ ആയി. ജനറൽ റിസർവിൽ നിന്ന് 1,05,000 സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് 45,000 എടുത്തു. ആ എമൗണ്ടിനെ അതായത് നമ്മൾ ജനറൽ റിസർവിൽ നിന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും എടുത്ത് റെഡീം ചെയ്യാൻ പോകുന്ന എമൗണ്ടിനെ നമ്മൾ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ചെയ്യാൻ പോകുന്ന എമൗണ്ടിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ടിനെ എങ്ങോട്ട് മാറ്റണം? ടു ഏതിലേക്ക് മാറ്റേണ്ടത്? ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് അല്ലെ. ഞാൻ ചുരുക്കി എഴുതുന്നുള്ളൂ. എന്താണ്? ടു CRR അക്കൗണ്ട്. ഓക്കെ, CRR അക്കൗണ്ടിലേക്ക് അതിനെ മാറ്റുക. എത്രയാണ് CRR അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റുന്നത്? 1,50,000 രൂപ. ക്ലിയർ? എന്താ ഇവിടെ ചെയ്തത് മനസ്സിലായല്ലോ. അപ്പൊ അതാണ് ഇവിടെ നരേഷനായിട്ട് ചെയ്യുന്നത്. എന്താ നമ്മൾ ഇവിടെ ചെയ്തത്? ജനറൽ റിസർവിൽ നിന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും നമ്മൾ റെഡീം ചെയ്യാൻ പോകുന്ന എമൗണ്ടിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ടിനെ എന്ത് ചെയ്യുന്നു? ഫേസ് വാല്യൂന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ടിനെ നമ്മൾ CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ ഇവിടെ നടന്നിട്ടുള്ള കാര്യം അതാണ്. ക്ലിയർ? അപ്പൊ എന്താ അപ്പൊ ഇതിനെന്താണ് എമൗണ്ട് നരേഷൻ കൊടുക്കുക? എമൗണ്ട് ഈക്വൽ ടു ഫേസ് വാല്യൂ redeemed അല്ലെ. redeemed എമൗണ്ട് ഈക്വൽ ടു ഫേസ് വാല്യൂ redeemed ഔട്ട് ഓഫ് പ്രോഫിറ്റ് transferred to CRR അല്ലെ. an amount equal to face value redeemed out of profit transferred to CRR. CRR അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്തു? അതിനെ ട്രാൻസ്ഫർ ചെയ്തു. ക്ലിയർ? എമൗണ്ട് ക്ലിയർ ആണല്ലോ. അപ്പൊ CRR അക്കൗണ്ടിലേക്ക് നമ്മൾ അതിനെ ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ ഇവിടുത്തെ നരേഷൻ എന്താണ്? അപ്പൊ നരേഷൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. എന്താണ് സിറ്റുവേഷൻ അത് അവിടെ എഴുതിയാൽ മതി. നിങ്ങൾക്ക് ചുരുക്കി എഴുതാൻ പറ്റുമെങ്കിൽ അങ്ങനെ എഴുതുക കേട്ടോ. അപ്പം നരേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ ട്രാൻസാക്ഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാവണം. ക്ലിയർ? ഇനി അടുത്ത എൻട്രി എന്താണ്? ഇപ്പൊ നമുക്കിപ്പോ മൊത്തം എത്ര എൻട്രി ചെയ്തു? 3 എൻട്രീസ് ആണ് നമ്മൾ എഴുതിയത്. ഒന്ന് എന്താണ്? ഒന്ന് ഫ്രസ്ട്രേഷൻ നടത്താനുള്ള എൻട്രി, ഫസ്റ്റ് എൻട്രി അല്ലെ. രണ്ടാമത്തെ എൻട്രി എന്തായിരുന്നു? അതായത് നമ്മൾ റിഡംഷൻ ഔട്ട് ഓഫ് പ്രീമിയം ആയതുകൊണ്ട് പ്രീമിയത്തിന് ആവശ്യമായ എമൗണ്ട് നമ്മൾ ജനറൽ റിസർവിൽ നിന്ന് മാറ്റുന്ന എൻട്രി എടുത്തു. പിന്നെന്താണ്? നമ്മൾ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഫേസ് വാല്യൂ ഈക്വൽ ആയിട്ടുള്ള എമൗണ്ടിന് CRR അക്കൗണ്ടിലേക്ക് മാറണം. അതും ചെയ്തു. അപ്പൊ നമ്മൾ ഒരു റിഡംഷൻ എൻട്രി ഇതിനു മുമ്പ് നടക്കേണ്ട എന്താണ് എല്ലാ പ്രൊവിഷൻസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ് എഴുതേണ്ടത്? ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം? റിഡംഷൻ ഡ്യൂ ആക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? അതിന്റെ പേയ്മെന്റും കാണിക്കണം. അപ്പൊ റിഡംഷൻ ഡ്യൂ ആക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ആർക്കാണ് കൊടുക്കേണ്ടത്? പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്കാണ്. അപ്പൊ നമ്മൾ പ്രിഫറൻസ് ഷെയർ നമ്മളിവിടെ ക്യാൻസൽ ചെയ്യുന്നത് ഏത് പ്രിഫറൻസ് ഷെയർ ആണ്? ഈ ക്വസ്റ്റ്യനിൽ 10% പ്രിഫറൻസ് ഷെയറിനെയാണ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 10% preference share, 10% preference share, capital account debtor. അതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി അതിനെ ഡെബിറ്റ് ചെയ്യുന്നു അല്ലെ. ഡെറ്റർ ദെൻ പ്രിഫറൻസ് ഷെയറിന് പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് ആ പ്രിഫറൻസ് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് മാത്രമാണ് നൽകുന്നത്? അല്ല, അവർക്ക് എന്തും കൂടി നൽകുന്നുണ്ട്? റിഡംഷൻ പ്രീമിയം നൽകുന്നുണ്ട് അല്ലെ. പ്രീമിയം റിഡംഷനും ഉണ്ട്. അതുകൊണ്ട് അതും കൂടി നമ്മൾ അവർക്ക് നൽകാനുള്ളത് കൊണ്ട് അതിനെയും നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. എന്ത് ചെയ്യണം? പ്രീമിയം റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ. ആ രണ്ട് എമൗണ്ടും കൂട്ടി വരുന്ന മൊത്തം എമൗണ്ടിനെ ആർക്കാ നൽകുന്നത്? അതിന്റെ ഹോൾഡേഴ്സിന് അല്ലെ. ആ പ്രിഫറൻസ് ഷെയറിന്റെ ഷെയർ കൈവശം വെക്കുന്ന ആൾക്കാർക്ക് അല്ലെ. അപ്പൊ എന്താ പറയുക? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. പ്രിഫറൻസ് ഷെയർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് നമ്മൾ എന്താണ് മാറ്റാണ്. ഇതിന്റെ ഈ ഒരു എൻട്രിയുടെ അർത്ഥം എന്താണ്?
അതായത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടും അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യുമ്പോൾ കൊടുക്കുന്ന പ്രീമിയം എമൗണ്ടും ഇത് രണ്ടും കൂട്ടിയിട്ടുള്ള എമൗണ്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് എഴുതുന്ന എൻട്രിയാണ് അത്. ഓക്കെ, അപ്പോൾ നമ്മൾ എമൗണ്ട് നമ്മൾ ഓൾറെഡി കണ്ടെത്തി വെച്ചിട്ടുണ്ട്. എത്രയാണ്? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ റെഡീം ചെയ്യാൻ നമുക്ക് 3 ലക്ഷം രൂപ വേണം. പിന്നെ നമുക്ക് പ്രീമിയം കൊടുക്കാൻ നമുക്ക് എത്ര വേണം? 15,000 രൂപ വേണം. ക്ലിയർ? നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് അത്. അപ്പൊ രണ്ടും കൂടി കൂട്ടി 3,15,000 രൂപയാണ് ആർക്ക് കൊടുക്കുന്നത്? പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് കൊടുക്കാനുള്ളത്. അപ്പൊ നമ്മൾ അങ്ങനെ പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് 3,15,000 രൂപ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് നമ്മളിവിടെ എഴുതി വെച്ചു. എന്താ നരേഷൻ കൊടുക്കേണ്ടത്? നരേഷൻ എമൗണ്ട് ഡ്യൂ ടു ആരൊക്കെ? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അല്ലെ? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്തു? കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് നമ്മളിവിടെ എഴുതി. ഓക്കെ, അപ്പോൾ എമൗണ്ട് ഡ്യൂ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് എമൗണ്ട് എത്ര രൂപ? 3,15,000 രൂപ കൊടുക്കാനുണ്ട് എന്ന് എഴുതി വെച്ചു. ഇനി കൊടുക്കാനുണ്ട് എന്ന് എഴുതിയാൽ മാത്രം പോലെ എന്ത് ചെയ്യണം? ആ എമൗണ്ട് കൊടുക്കണം. അപ്പൊ കൊടുക്കുമ്പോൾ ഉള്ള എൻട്രി എന്തായിരിക്കും? കൊടുക്കാനുള്ളപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡറെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. കൊടുക്കുമ്പോൾ എന്ത് വേണം? ആ പ്രിഫറൻസ് ഷെയർ ഹോൾഡറെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി അതിനെ ഡെബിറ്റ് ആക്കുക. അപ്പൊ എന്താ എൻട്രി? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അല്ലെ? ഏതൊരു എന്താ റിഡംഷൻ എൻട്രീസിലും ഈ ഒരു ഡ്യൂ ആക്കലും അതുപോലെ പേയ്മെന്റ് എൻട്രീസും വരും. നമ്മൾ പഠിച്ചതാണല്ലോ അല്ലെ? അപ്പോൾ എന്താ എൻട്രി വരിക? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഇവിടെ കൺവേർഷൻ ആണെങ്കിൽ എന്താ വരിക? അവിടെ എന്താണ് അവർക്ക് കൊടുക്കുന്നത് അതാണ് എഴുതുക. ടു എന്ന് പറയുന്നത് എന്താണ് കൊടുക്കുന്നത് അതാണ് എഴുതേണ്ടത്. ചിലപ്പോ എന്തായിരിക്കും? ക്യാഷ് ആവും കൊടുക്കുന്നത്. ചിലപ്പോ എന്തായിരിക്കും? ഷെയർസ് ആണ് നൽകുന്നുണ്ടാവുക. കൺവേർഷൻ മെത്തേഡ് ഒക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ ഡിബഞ്ചറിൽ പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ കൺവേർഷൻ മെത്തേഡ് ആണെങ്കിൽ അതിനനുസരിച്ച്. ഇപ്പൊ ഇവിടെ കൺവേർഷൻ മെത്തേഡ് അല്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ടു ബാങ്ക് എന്ന് എഴുതുന്നു. ക്ലിയർ? ടു ബാങ്ക് അക്കൗണ്ട്. ടു ബാങ്ക് അക്കൗണ്ട് എത്ര എഴുതണം? 3,15,000. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ അല്ലേ? പ്രോബ്ലം വളരെ സിമ്പിൾ ആണ്. പ്രിഫറൻസ് എന്താണ് ഡിബഞ്ചറിന്റെ ചാപ്റ്ററിനെ വെച്ച് നോക്കുമ്പോൾ അത്ര പ്രയാസം ഈ ഒരു പ്രിഫറൻസ് ഷെയറുമായി ബന്ധപ്പെട്ട് നമുക്കില്ല. ഇവിടെ നമുക്ക് ആകെ 3 മെത്തേഡ് പഠിക്കാനുള്ളൂ അല്ലെ? ഏതൊക്കെയാണ് മെത്തേഡ്? ഒന്ന് എന്താ? റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റും റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂം പിന്നെ കമ്പൈൻഡ് മെത്തേഡും. അപ്പൊ രണ്ട് പ്രോഫിറ്റും ഫ്രഷ് ഇഷ്യൂം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് രണ്ടും കൂടി വരുന്ന ജനറൽ എൻട്രി വരുന്ന ഒരു പ്രോബ്ലം അത്രേ ഉള്ളൂ. അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു പ്രോബ്ലത്തോടു കൂടി നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ നരേഷനും കൂടി പറയൂ. എന്താണ്? പേയ്മെന്റ് മേഡ് ടു ആർക്ക്? പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അല്ലെ? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നൽകാനുള്ള എമൗണ്ട് കൊടുത്തു. തൊട്ട് മുമ്പത്തെ ജനറൽ എൻട്രിയിലൂടെ നമ്മൾ നൽകാനുണ്ട് എന്ന് പറഞ്ഞ് എഴുതി വെച്ചു. ആ എമൗണ്ട് കൊടുത്തു എന്നാണ് ഇതിനർത്ഥം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇവിടെ എൻട്രീസ് വരുന്നത്. അപ്പം ഒന്നുകൂടി പറയുന്നു, ഈ പ്രിഫറൻസ് ഷെയറുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററിൽ നിന്നും ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ആ പ്രോബ്ലം വായിച്ച് ആ പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഫുള്ളി കോൾഡ് അപ്പ് ആണോ പാർട്ട്ലി പെയ്ഡ് അപ്പ് ആണോ? ഫുള്ളി പെയ്ഡ് അപ്പ് അല്ലാത്ത ഒരു പ്രോബ്ലം ആണെങ്കിൽ, അതായത് പാർട്ട്ലി പെയ്ഡ് അപ്പ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണെങ്കിൽ ഇനി എത്ര രൂപ ബാക്കി കളക്ട് ചെയ്യാനുണ്ടോ അത് കളക്ട് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ജേണൽ എൻട്രീസ് എഴുതണം. അതായത് ഫൈനൽ കോൾ ഡ്യൂ ആക്കണം, ഫൈനൽ കോളിന്റെ റെസിപ്റ്റ് കാണിക്കുന്ന 2 എൻട്രി എഴുതണം. അത് എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഏത് മെത്തേഡ് ഉപയോഗിച്ചാണ് റെഡീം ചെയ്യുന്നത് നോക്കേണ്ടത്. അപ്പൊ പിന്നെന്താണ്? ഏത് മെത്തേഡാണ്? ചിലപ്പോൾ എന്തുണ്ടാവും? പുതിയ ഷെയർ ഇഷ്യൂ നടത്തിയിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. ചിലപ്പോൾ എന്തായിരിക്കും? പ്രോഫിറ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. ചിലപ്പോൾ എന്തായിരിക്കും? പുതിയ ഷെയർ ഇഷ്യൂ നടത്തിയിട്ടുള്ള എമൗണ്ടും അതുപോലെ തന്നെ പ്രോഫിറ്റ് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. അത് നമ്മൾ പ്രോബ്ലത്തിനനുസരിച്ച് ചെയ്യുക. പിന്നെന്താണ്? റിഡംഷൻ ഔട്ട് ഓഫ് പ്രീമിയത്തിലായിരിക്കും ചിലപ്പം. അപ്പോൾ പ്രീമിയത്തിലാണ് റെഡീം ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനുള്ള എമൗണ്ട് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ അതിനുള്ള എൻട്രീസും അതിനകത്ത് എഴുതേണ്ടി വരും. പിന്നെ റിഡംഷൻ എൻട്രീസ് എന്ന് പറഞ്ഞാൽ 2 എൻട്രീസ് ആണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക. എപ്പോഴും എല്ലാ റിഡംഷൻ അത് നിർബന്ധമാണ്. എന്താണ്? ഡ്യൂ ആക്കാനുള്ള എൻട്രിയും പേയ്മെന്റ് എൻട്രിയും. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ഇതിന്റെ തിയറി ബേസ് ആദ്യം നിങ്ങൾ നോക്കി പഠിക്കുക. പിന്നെ നമ്മൾ ഒരു 3 പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ 3 പ്രോബ്ലംസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ക്വസ്റ്റ്യൻ വായിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ശരി, ബാക്കി നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ നോക്കാം.